ഗായ്സ്, UK എന്നാണ് ഇംഗ്ലണ്ടിൽ ഡാർലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാട്ടിനുള്ളിലെ ഒരു കുളത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഗായ്സ്, അപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് സാധാരണ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട വഴി ഇതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സാധാരണ കളിക്കുന്ന ഗ്രൗണ്ട്. കാണിച്ചു തരാം. 11ന്റെ ഗ്രൗണ്ടാണ്. ചില സമയത്തൊന്നും ഞങ്ങൾക്ക് ആളെ കിട്ടാറില്ല. 11th ഞങ്ങൾ മലയാളീസ് ഒരുമിച്ച് കളിക്കാറ്. അപ്പോൾ ഇറ്റാലിയൻ പ്ലേയേഴ്സിനൊക്കെ കൂട്ടിയിട്ട് കളിക്കാറാ. നല്ല ഗ്രൗണ്ടാണ്. ഇവിടെ ഗ്രൗണ്ട് പിന്നെ എല്ലാ മുക്കിലും മൂലയിലും ഉള്ളതുകൊണ്ട് ആൾക്കാരെ കിട്ടില്ല, അതാ പ്രശ്നം. അപ്പം നടന്ന് ഞാൻ അവിടെ എത്താനായി. ഏകദേശം പോകുന്ന വഴിയിൽ ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയ മൊത്തം ഫുള്ള് വണ്ടികളുടെ യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഫുള്ള് കാറുകൾ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ നോക്കാം ഇവിടെ കാറുകൾ ഏതൊക്കെയുള്ളത് നോക്കാം. പൊതുവേ നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. യൂസ്ഡ് വെഹിക്കിളിനൊക്കെ ഭയങ്കര കുറവാണ്. ആ കാണുന്ന ഒരു BMW ഉണ്ടല്ലേ, 5000 പൗണ്ടാണ് കാണുന്നതിന്. അങ്ങനെ ഇവിടെ വണ്ടികൾക്കൊക്കെ വില കുറവാണ്. പിന്നെ അതാ കുറേ വണ്ടികളോട് കിടക്കുന്നുണ്ട്. ടൊയോട്ടൻ്റെ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഫോർഡിൻ്റെ ഈ വണ്ടി 985 പൗണ്ടേ ഉള്ളൂ. 985 പൗണ്ട് പറയുമ്പോൾ നാട്ടിലെ ഒരു 1 ലക്ഷത്തിനൊക്കെ ഈ വണ്ടി കിട്ടും. അത്രയും ചീപ്പാണ് കൈസോടെ വണ്ടി. നാട്ടിലെത്ര വില എന്തായാലും ഇവിടെ ഇല്ല. എന്നല്ലേ എല്ലാ വണ്ടികളും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊരു ബെൻസിൻ്റെ വണ്ടി 3955 പൗണ്ടിന് ഒരു ബെൻസിൻ്റെ വണ്ടി കിട്ടും. ജസ്റ്റ് വീഡിയോസ്. All right. Oh yeah. What's your name? Ron. Ron. My name is Nazim. Nice to meet you. Yeah, pleased to meet you. Yeah. Do you live in here? I live on here, yeah. All right. Yeah. Hi. Come here. It won't bother you. Yeah, it's all right. That all over there, Yeah. that was just big steel works. All right. Oh, industrial areas, yeah? Yeah. All right. Oh, yeah. Yeah, I worked there for 40 years. 48. How old are you? Me? Yeah. 79. All right. So you're on retirement, yeah? It's all the time. Did you retire? How is your life? Good. That's it. Yeah? Where do you live? Over Willow Road way? You know the North Road? The? North Road. On the main road? Yeah. Just on there. You know the big Morrison? Yes. Yeah, just down there. Oh, yeah. Nice. All right. Anyway, thanks. Nice to meet you. Ta-da. Bye. അങ്ങനെ ഒരു അപ്പാപ്പനെ കണ്ട്. പുള്ളിക്കാരൻ 40 വർഷമായിട്ട് ഇവിടെയുള്ള ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇപ്പോൾ 79 വയസ്സായി. റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു ഈ ഡ്രിങ്ക് ഫീൽഡ് നല്ലതാണെന്ന് പറഞ്ഞു. പുള്ളി ഇതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഒന്ന് പോയി കണ്ടേക്കാം. ഐ ആം എക്സൈറ്റഡ്. ഐ യു എക്സൈറ്റഡ്? കുറച്ചും കൂടിയാണ് നടക്കാൻ, ഒരു 5 മിനിറ്റ്. ഇപ്പോൾ ഇവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് വേണം പോകാൻ. ഇത് 24 hour ഓപ്പൺ ആട്ടോ. അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ. ഇവിടെ എല്ലാവരും ഇങ്ങനെ നടക്കാൻ വരും. കൂടുതലും ഡോഗ് വാക്ക്, അതുപോലെ ഇങ്ങനെ വെറുതെ കാഷ്വലായിട്ട് നടക്കാൻ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
ഉണ്ടോ, ഇതുപോലെ കുറേ വഴികളുണ്ട്. ഗൈസ്, എല്ലാവരും സൗണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ പതിയെ ഇവിടെ മിണ്ടാതിരുന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പക്ഷികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഓ, അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാം. എന്തോ ഒരു ബേർഡ് ഇപ്പോൾ പറന്നുപോയി. കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കാനും ഇങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം. അപ്പോൾ ആ കാട്ടിനുള്ളിൽ നിന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം നമ്മൾ നേരത്തെ വന്ന വഴിയില്ലേ, ആ വഴിയിലേക്ക് ഇവിടുന്ന് കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആ വഴിയിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ആ കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്ക് ആ കാട്ടിനുള്ളിൽ കൂടെ വന്നൊരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ അത് അങ്ങനെ വന്നതാണ്. അപ്പം ഭയങ്കര പീസ് ഉണ്ടോ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ ഓരോ പക്ഷികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല പീസായിട്ടുള്ള സ്ഥലം. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മാഷ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2011 ഉണ്ടാക്കിയ ഒരു, അതായത് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക കെയറോ ഒന്നുമില്ലാത്തൊരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം അവർ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം അവരിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് മുന്നോട്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങോട്ട് നടക്കാം. അപ്പോൾ അവിടെ എന്തോ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് പോയി നോക്കാൻ പറ്റും. വെൽക്കം ടു ഡ്രിങ്ക്ഫീൽഡ് മാർഷ് നാച്ചുറൽ റിസർവ്. ഇപ്പോൾ ഇവിടെ ഉള്ള ബേർഡ്സിൻ്റെ ഒക്കെ പിക്ചറാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം റോബിൻ ആൻഡ് ടിറ്റ്സ് ഹാവ് ഷോർട്ട് pointy and versatile breaks and suits their varied diets of small seeds, insects and berries. റോബിൻ ഒന്നാണ്. പിന്നെ ലോങ് ടൈലേർഡ് ടിറ്റ്, പിന്നെന്താ ഫിഞ്ചസ് സിസ്കിൻസ്, പിന്നെ ഒരുപാട് ഐറ്റംസ് ജീവികളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബേർഡ്സ് മാത്രമല്ല, ബട്ടർഫ്ലൈ ഉണ്ട്, പീകോക്ക് ബട്ടർഫ്ലൈ. അങ്ങനെ ബേർഡ്സിനെയും അതുപോലെ ജീവികളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതുപോലെ ഒരു ലോങ് വാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലം. ഡാർലിംഗ്ടൺ ടൗണിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ കണ്ടത്. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ട്രാവൽ ചെയ്ത്. എനിക്കിവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ നമുക്കതാ അങ്ങനെ പോകുന്ന സമയത്ത് ബേർഡ്സിനെ കാണാൻ പറ്റും കേട്ടോ. പറഞ്ഞു പോയി. എല്ലാവരും ഈ സൈലൻസ് ഒന്ന് ആസ്വദിച്ച് നോക്കുക ഗായ്സ്. ഇനി നമുക്കൊരു നല്ലൊരു വ്യൂവിലേക്ക് എത്താണ്ട് കേട്ടോ. എല്ലാവരും ആ വ്യൂ എത്തുന്നവരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ. ഒരാളില്ല ഗൈസ്, ഒരു മനുഷ്യനില്ല ഈ കാട്ടിൽ. ഞാൻ മാത്രം. സംഭവം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം വീട്ടിൽ പീയൂഷും ജിറ്റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും മടിയന്മാരാണ്. അപ്പോൾ അവന്മാർ വന്നിട്ടില്ല. നമുക്ക് പിന്നെ ആരും ഇല്ലെങ്കിലും നമ്മളെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യും. അതുകൊണ്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഞാൻ ആദ്യമൊക്കെ കുറേ വെയിറ്റ് ചെയ്ത് നോക്കി, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമല്ലോ, ഇപ്പോൾ ആരെ കൂടെ ഒക്കെ പോയി വ്ളോഗ് ചെയ്യാം. അതായത് ഇത്രയും കാലം ഞാൻ സൈഡായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് അങ്ങനെയല്ല, ഒറ്റയ്ക്ക് ആരില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യാന്നുള്ളൊരു മൈൻഡായി. ജീവിതത്തിലെ ഓരോരോ മൊമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ കപ്പിൾസ് നടന്നു പോകുന്നുണ്ടല്ലേ. ഇങ്ങനെ നടക്കാൻ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
ഗായ്സ് ഇവിടുന്ന് അങ്ങോട്ടൊരു വ്യൂ ഉണ്ട്. ഓ ഗായ്സ്, ഇതാണ് നമ്മളെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. അപ്പം അങ്ങോട്ട് നടക്കുകയാണ്. അയ്യോ, എന്തോ ഒരു കിളി പറന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ പേടിച്ചിട്ട് പറന്നു പോയതാ. അയ്യോ, അയ്യോ, ഇതാണ് ഗായ്സ് ഡ്രിങ്ക് ഫീൽഡ് നാച്ചുറൽ റിസർവ്. ഇപ്പം നമ്മൾ വന്ന ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടത്. ഇപ്പോൾ നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ വന്നു. അപ്പോൾ വന്ന ഭാഗത്തു നിന്നുള്ള വ്യൂ ആണിത്. ഇനി നമുക്ക് ആ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. കുറേ ഉണ്ട്. അത്യാവശ്യം 8 ഏക്കർ ഭൂമിയിൽ വരുന്ന ലാൻഡ് ഉണ്ട്. 8 ഏക്കറിൽ വരുന്ന ഒരു പ്ലേസ് ആട്ടോ അത്. അല്ല, അതാ ഡെക്കൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്തോ ഞാൻ തിന്നാൻ കൊടുക്കുന്ന വിചാരിച്ചു ശരിയാണ്. കൂട്ടത്തോടെ വരുന്നുണ്ട്. ഗായ്സ്, സൺസെറ്റ് ഇങ്ങനെ കാണണം. ഇവിടെ ഡോഗിനായിട്ട് വരുന്നവരെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഡോഗ് സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ആക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതവിടെ എഴുതിയിട്ടുണ്ട്, നോ ഫൗളിങ്, പ്ലീസ് ക്ലീൻ അപ്പ് ആഫ്റ്റർ യുവർ ഡോഗ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. നമ്മളെ ഏരിയയിൽ മലയാളീസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ ഏരിയയിൽ 300 ഫാമിലീസ്, ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ 300 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല അത്രയും പേര് ഈ ഏരിയയിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇനി ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് അവർക്ക് അറിയാമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും മലയാളീസ് കാണുന്നവരുണ്ടെങ്കിൽ, വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കാട്ടിനുള്ളിലെ കുളം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് ജിമ്മിൽ പോകണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.